വയനാട് ജില്ലയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം എന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇതുതന്നെയാണ് UDFിൻ്റെ ആത്മവിശ്വാസവും. എന്നാൽ ഈ ചരിത്രം ഇക്കുറി തുടരാനാവില്ലെന്നാണ് LDFിൻ്റെ അവകാശവാദം. മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിന് ഇടതുപക്ഷം നൽകുന്ന ന്യായീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങളും LDF UDF മുന്നണികളുടെ ജനവിരുദ്ധ നയങ്ങളുമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം വോട്ടായി മാറുമെന്ന് ഇവരും പ്രതീക്ഷിക്കുന്നു. കൽപ്പറ്റയും മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയുമാണ് വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. UDFിന്റെ സുരക്ഷിത മണ്ഡലമായി എന്നും കരുതുന്ന ജില്ലയാണ് വയനാട്. എന്നാൽ സമീപകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFിന് അത്ര അനുകൂലമല്ല. പാർലമെന്റിലേക്കും തുടർന്ന് ത്രിതല പഞ്ചായത്തുകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പിൽ UDFിന് അടിതെറ്റി. സുരക്ഷിത കോട്ട കാക്കാൻ UDF തന്ത്രങ്ങൾ മെനയുമ്പോൾ 2006 ജില്ലയിലെ 3 മണ്ഡലങ്ങളും തൂത്തുവാരാനുള്ള ശ്രമമാണ് LDF നടത്തുന്നത്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാനന്തവാടി, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ കോൺഗ്രസും കൽപ്പറ്റയിൽ ജനതാദൾ യുണൈറ്റഡുമാണ് 2011 വിജയിച്ചത്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് ബത്തേരിയും മാനന്തവാടിയും. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറെ അടിത്തറയുള്ള മണ്ണാണിത്. എന്നാൽ പല തെരഞ്ഞെടുപ്പുകളിലും നനച്ചിരിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുരത്തിന് മുകളിൽ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുമുണ്ട്. 2006 തെരഞ്ഞെടുപ്പിൽ ഈ UDF കോട്ടയിൽ 3 സീറ്റുകളും തൂത്തുവാരിയത് ഇടതുമുന്നണിയായിരുന്നു. എന്നാൽ സമീപകാലത്ത് ജില്ലയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജില്ലയിൽ നിന്ന് നേട്ടം കൊയ്യുമെന്നതിൽ സംശയമില്ല. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പെങ്ങുമില്ലാത്ത പ്രതീക്ഷകൾ വയനാട് ഇക്കുറി പകർന്നു നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ വയനാടിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടായി. 2009 1,53,439 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച MA ഷാനവാസിന് രണ്ടാം അംഗത്തിൽ പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി. 2014 LDFിലെ സത്യൻ മൊഗേരിയെ പരാജയപ്പെടുത്തുമ്പോൾ ഭൂരിപക്ഷം 20,870 വോട്ടായി. മാനന്തവാടി, ബത്തേരി മണ്ഡലങ്ങളിൽ LDFിനായി ലീഡ്. കൽപ്പറ്റയിൽ ഷാനവാസിന് നേടാനായത് 1,800ഓളം വോട്ടിന്റെ ലീഡ് മാത്രം. തുടർന്നു വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും LDF വലിയ നേട്ടമുണ്ടാക്കി. 2010 വയനാട്ടിലെ 25 പഞ്ചായത്തുകളിൽ 22ഉം ഒരു നഗരസഭയും 4 ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമെല്ലാം UDFിനായിരുന്നു. 2015 സ്ഥിതി മാറി. 23 പഞ്ചായത്തുകളിൽ 16ലും LDF ഭരണം. 3 നഗരസഭകളിൽ 2ലും LDF വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 1 ജില്ലാ പഞ്ചായത്തും UDFിന് ലഭിച്ചു. 2006 ജനതാദളും RSPയും മുരളി വിഭാഗവും ഒപ്പമുണ്ടായപ്പോഴാണ് വയനാട്ടിൽ LDFിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. ഇവരാരും കൂടെയില്ലാതെ മുന്നേറ്റമുണ്ടാക്കാനായത് LDFിന് ആത്മവിശ്വാസം പകരുന്നു. ഇപ്പോൾ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 72% പഞ്ചായത്തുകളും LDF ജയിച്ചു. കണ്ണൂരിലോ അല്ലെങ്കിൽ കൊല്ലത്തോ ജയിക്കുന്നത് പോലെയല്ല. അവിടെയെല്ലാം ഇടതുപക്ഷത്തിന് നല്ല ശക്തിയും മേൽക്കോയ്മയുമുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ വയനാട് UDFിൻ്റെ ശക്തിയമായ മേൽക്കോയ്മയുള്ള പ്രദേശമാണ്. അവിടെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 72% ഗ്രാമപഞ്ചായത്തുകൾ LDF ജയിച്ചിരിക്കുന്നത്. 18 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ LDFിൻ്റെതാണ്. 2 നഗരസഭകൾ LDFിൻ്റെതാണ്. സമീപകാല കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും മന്ത്രി PK ജയലക്ഷ്മി ഉൾപ്പെടെ MLAമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വ്യക്തിപ്രഭാവം പലയിടത്തും മാറ്റങ്ങളുണ്ടാകും. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടില്ല. വയനാട് എപ്പോഴും കൂടെയായിരിക്കുമെന്ന ആത്മവിശ്വാസവും UDFിനുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും രാഷ്ട്രീയമായ വിലയിരുത്തലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോ പ്രദേശത്തെയും ഓരോ വാർഡിലെയും വ്യക്തിബന്ധങ്ങൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളൊക്കെ രാഷ്ട്രീയ ബന്ധത്തേക്കാൾ കൂടുതൽ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളുടെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടാണ് ഞങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമെന്ന് പറയുന്നത് വയനാട്ടിൽ ഒത്തിരി വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണ്.
അന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ പ്രശ്നം, രാത്രികാല യാത്രാ നിരോധനത്തിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേൻ്റെ പ്രശ്നം, അങ്ങനെ നിരവധിയായ ഇഷ്യൂസ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അതുപയോഗപ്പെടുത്തി തെറ്റിദ്ധാരണകൾ പരത്തി ഇടതുപക്ഷം കുറേ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഒട്ടുമില്ല. അത്തരം ഒരു സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രശ്നമില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുമുണ്ടായ വോട്ട് വർധനയിലാണ് NDAയുടെ പ്രതീക്ഷ. BDJS-ഉമായും ജനാധിപത്യ രാഷ്ട്രീയ സഭയുമായുമുണ്ടാക്കിയ സഖ്യം ഗുണം ചെയ്യും. CK ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞതും നേട്ടമായി ഇവർ കരുതുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശുഭപ്രതീക്ഷയാണ്. ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളിലും ക്രമാതീതമായിട്ട് BJPയുടെ വോട്ട് വർദ്ധിച്ചു. പ്രത്യേകിച്ച് വിവിധ ഘടകകക്ഷികളുടെ രംഗപ്രവേശനത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയപ്രതീക്ഷ ജില്ലയിലുണ്ട്. ജില്ലയിലെ പൊതുവായിട്ടുള്ള വികസനം, ആ ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസനത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനമാണ് NDA സഖ്യം നടപ്പിലാക്കുന്നത്. നാളിതേവരെ കഴിഞ്ഞ 60 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചിട്ടുള്ള 2 മുന്നണികളും കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസനത്തോടൊപ്പം ആ വികസന പ്രക്രിയ, വികസനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ കേരളത്തിൽ സമഗ്രമായിട്ടുള്ളൊരു വികസന പ്രക്രിയയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും. വയനാട് ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൽപ്പറ്റ. UDF-ന് വേണ്ടി നിലവിലെ MLA MV ശ്രേയാംസ് കുമാറാണ് രംഗത്തുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ശ്രേയാംസ് കുമാർ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ജനകീയ സമരങ്ങളിലൂടെ ജനങ്ങളിൽ ഒരാളായി മാറിയ CK ശശീന്ദ്രനാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം തന്നെയാണ് LDF തിരഞ്ഞെടുപ്പിൽ വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും. NDA സ്ഥാനാർത്ഥിയായി BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് K സദാനന്ദനും രംഗത്തുണ്ട്. 2 തവണ ഒഴിച്ചു നിർത്തിയാൽ എന്നും UDF-നൊപ്പമായിരുന്നു കൽപ്പറ്റ മണ്ഡലം. 1987-ൽ MP വീരേന്ദ്രകുമാറും 2006-ൽ MV ശ്രേയാംസ് കുമാറും മണ്ഡലത്തിൽ നിന്ന് LDF ടിക്കറ്റിൽ വിജയിച്ചു. മണ്ഡലത്തിന് സ്വഭാവമാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. LDF-ന്റെ വോട്ടുകളിൽ വർധനയുണ്ടായതാണ് ഇതിന്റെ പ്രധാന കാരണം. ന്യൂനപക്ഷ വോട്ടുകൾ എത്രത്തോളം പെട്ടിയിലാക്കാൻ സാധിക്കുമെന്നാണ് ഇരുമുന്നണികളും നോക്കുന്നത്. മണ്ഡലത്തിലെ UDF മേൽക്കൈ തന്നെയാണ് UDF സ്ഥാനാർത്ഥി MV ശ്രേയാംസ് കുമാറിന് പ്രതീക്ഷ നൽകുന്നതും. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഒരു വോട്ടാണ് ശ്രേയാംസ് കുമാർ അഭ്യർത്ഥിക്കുന്നത്. പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉറച്ച വിജയപ്രതീക്ഷയാണ് UDF-ന്. പ്രചരണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളുടെയും ആദ്യ റൗണ്ട് പര്യടനം കഴിഞ്ഞു. ഇനി പൊതുപ്രചരണ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ധാരാളം കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഏകദേശം ഒരു 50ഓളം കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. നല്ല കുടുംബയോഗങ്ങളായിരുന്നു. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇവിടെ കുറേ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇനി കുറേ നടക്കാനുമുണ്ട്. ഈ റോഡ് തന്നെ ഈ ബജറ്റിൽ നമുക്ക് തുക വകയിരുത്തപ്പെട്ടിട്ടുണ്ട്. 17 കോടി രൂപയിൽ ഇത് BMNBC ചെയ്യും. അങ്ങനെ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ചെയ്ത കാര്യങ്ങളും കുറേ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ തന്നെയാണ്. ജനങ്ങൾ ആവേശത്തോടുകൂടിയാണ് എല്ലാ ഭാഗത്തും സ്വീകരിക്കുന്നത്. UDF-ന്റെ പ്രവർത്തകരും വളരെ ഊർജ്ജസ്വരായിട്ട് തന്നെ ഒറ്റക്കെട്ടായി എല്ലാ പഞ്ചായത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഇനി പുതുതായ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വോട്ട് ചെയ്യിക്കുന്നത്. ഇത് 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്, 2 രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നവും കൂടാതെ UDF വിജയക്കൊടി പാറിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോടികളുടെ വികസനം മണ്ഡലത്തിൽ നടത്തിയെന്ന UDF-ന്റെ അവകാശവാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ മാത്രമാണെന്നാണ് LDF-ന്റെ പക്ഷം. പശ്ചാത്തല വികസനത്തിൽ മാത്രമാണ് നിലവിലെ ജനപ്രതിനിധി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മെഡിക്കൽ കോളേജ് അടക്കമുള്ളവ വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും ആദിവാസികളുടെയും വികസനത്തിനായി ഇതുവരെ UDF ഒന്നും ചെയ്തിട്ടില്ല. ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ആദിവാസികളുടെ ഭൂമി വിതരണത്തിന് നിലവിലുള്ള ജനപ്രതിനിധി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്ന കാര്യത്തിൽ സംശയമാണ്. യാതൊരു മുൻകൈയും എടുത്തില്ല എന്നുള്ള കാര്യമാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ VS-ന്റെ ഗവൺമെൻറ് 5000 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തപ്പോൾ ഈ ഗവൺമെൻറ് 351 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഭൂമി കൊടുത്തിരിക്കുന്നത്. ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, പാർപ്പിട സൗകര്യമില്ലായ്മ, കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിലും വൈദ്യുതി വിച്ഛേദിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് ആദിവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ നിലവിലുള്ള ഗവൺമെൻറ് ഭാഗത്തും സംവിധാനമില്ല എന്നുള്ള ശക്തമായുള്ള പ്രതിഷേധവും അവർക്കിടയിൽ കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ആദിവാസി ജനവിഭാഗങ്ങൾ
പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊതു നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. വലിയ സ്വീകരണങ്ങളാണ് കോളനിയിൽ പോകുമ്പോൾ അവർ തരുന്നത്. അതും വളരെ ആവേശകരമാണ്. അപ്പോൾ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഒരു പൊതു പ്രതീക്ഷ എന്താ വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ഈ പ്രദേശത്ത് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി ഉണ്ടായാലേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. അതിന് അവർ രാഷ്ട്രീയത്തിന് അതീതമായി ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കണം എന്ന ഒരു പൊതുബോധം അവർക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഏറെ ഗുണകരമാണ്. കൽപ്പറ്റയിലും ത്രികോണ മത്സരമാണെന്ന് അവകാശപ്പെടുന്ന NDA പാർലമെന്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന PR രശ്മിൽനാഥിന് 30,000-ഓളം വോട്ടാണ് വയനാട്ടിൽ നിന്ന് ലഭിച്ചത്. കൂടാതെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 3 ഇരട്ടി വർദ്ധിപ്പിക്കാനും ഇവർക്കായി. സാധാരണഗതിയിൽ പഴയകാല തെരഞ്ഞെടുപ്പിനെയൊക്കെ നോക്കുമ്പോൾ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ഗ്രാമീണ ജനങ്ങളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ സ്വീകരണം കിട്ടുകയാണ്. പണ്ടുകാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള സ്വീകരണമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. NDA അല്ലെങ്കിൽ BJPയെ ഉറ്റുനോക്കുന്ന ജനങ്ങളെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ത്രികോണ മത്സരം തന്നെയാണ് കൽപ്പറ്റയിൽ ഉണ്ടാകുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായൊരു ത്രികോണ മത്സരത്തിനാണ് സാധ്യതയുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ, നമ്മളിപ്പോൾ ജാനുവിൻ്റെ രംഗപ്രവേശനം ആദിവാസികളുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല ഇഷ്യൂകളുണ്ട് ഇതിനകത്ത്. മുന്നണികളോടുള്ള വെറുപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്റിനോടുള്ള ഒരു നിഷേധ നിലപാടുണ്ട്. മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും വേണ്ടത്ര അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള താല്പര്യം ജനങ്ങൾ കാണിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് അനുകൂലമായി വരുമെന്നാണ് പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ജോസഫ് അമ്പലവയലുമുണ്ട്. കഴിഞ്ഞ ദിവസം പത്രിക നൽകിയ ശേഷമാണ് ജോസഫ് പ്രചാരണം ആരംഭിച്ചത്. ശക്തമായ മത്സരം നടക്കുന്ന കൽപ്പറ്റയിൽ വെൽഫെയർ പാർട്ടി നേടുന്ന വോട്ടുകളും നിർണായകമാകും. തിരുവമ്പാടി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കൽപ്പറ്റ 80കളിലാണ് സ്വതന്ത്ര മണ്ഡലമായി മാറുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPMലെ PA മുഹമ്മദിനെ 18,169 വോട്ടുകൾക്കാണ് ശ്രേയാംസ് കുമാർ പരാജയപ്പെടുത്തിയത്. 10 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ LDFനാണ് ഭരണം. എന്നാൽ ജില്ലാ പഞ്ചായത്തിലെ 7 ഡിവിഷനുകളിലെയും നഗരസഭയിലെയും കണക്കുകൾ UDFന് അനുകൂലമാണ്. 71,337 വോട്ടുകൾ UDF നേടിയപ്പോൾ 59,094 വോട്ടുകളാണ് LDFന് നേടാനായത്. BJP 11,042 വോട്ടുകളും നേടി. പ്രചാരണം മുറുകും തോറും കൽപ്പറ്റയുടെ ഫലം പ്രവചനാതീതമാവുകയാണ്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് CK ജാനുവിന്റെ NDA പ്രവേശവും അതുവഴി ലഭിച്ച സ്ഥാനാർത്ഥിത്വവും കൊണ്ടുതന്നെ സുൽത്താൻ ബത്തേരി മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ നിലവിലെ MLA IC ബാലകൃഷ്ണനാണ് UDFന് വേണ്ടി രംഗത്തുള്ളത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം രുക്മിണി സുബ്രഹ്മണ്യനാണ് LDFന് വേണ്ടി ഗോദയിലിറങ്ങിയിട്ടുള്ളത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നതാണ് സുൽത്താൻ ബത്തേരി മണ്ഡലം. ഇവിടെയും LDFന് വിജയിച്ച് കയറാനായത് 2 തവണ മാത്രം. 1996-ലും 2006-ലും. ആദിവാസി വിഭാഗത്തിലുള്ളവരും കർഷകരും വിധിയെഴുതുന്ന ബത്തേരിയിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ മത്സരമില്ലെന്ന് LDF UDF മുന്നണികൾ പറയുമ്പോഴും CK ജാനുവിന്റെ സാന്നിധ്യം ഇരു മുന്നണികൾക്കും ഭീഷണിയാണ്. കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണനും പറയാനുള്ളത്. മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായതിനാൽ തന്നെ വലിയ സ്വീകാര്യതയും ബാലകൃഷ്ണനുണ്ട്. എന്നാൽ രാത്രിയാത്രാ നിരോധനവും വന്യമൃഗശല്യവും വരൾച്ചയും ആദിവാസി പുനരധിവാസവുമെല്ലാം പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു. കേരള കോൺഗ്രസും പ്രചാരണത്തിൽ സജീവമല്ലാത്തതും നഗരസഭയിൽ LDFന് വേണ്ടി വോട്ട് ചെയ്തതുമെല്ലാം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി നിൽക്കുന്നു. ഇതും UDFന്റെ വിജയത്തെ ബാധിച്ചേക്കാം. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസം IC ബാലകൃഷ്ണനുണ്ട്. സാധാരണ എല്ലാ ടൈമിലും ത്രികോണ മത്സരമാണ് നടക്കാറുള്ളത്. ഞാൻ കഴിഞ്ഞ ടൈമിലും മത്സരിച്ചപ്പോഴും ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരമാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് വേണ്ടത്. ഈ ത്രികോണ മത്സരം എന്ന് വെച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് യാതൊരു ഭീഷണിയുമില്ല. വലിയ ശുഭപ്രതീക്ഷയോടുകൂടി, വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ടൈമിൽ ലഭിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഈ തവണ ലഭിക്കുമെന്നുള്ള വിശ്വാസം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. നിഷ്പക്ഷപാതികളായ ആളുകളും എന്നെ സ്നേഹിക്കുന്ന നിരവധി വോട്ടർമാർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി വിധിയെഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ചരിത്രം എതിരാണെങ്കിലും LDF ശുഭപ്രതീക്ഷയിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരിക്ക് 8,983 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായതാണ് ഇതിൽ പ്രധാനം. തുടർന്നു വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDF മേൽക്കൈ നേടി. 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമുള്ള മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF ഭരണം നേടിയത്.
കൂടാതെ 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും നഗരസഭയിലെയും കണക്കുകളിലും മേൽക്കൈ LDFന് തന്നെ. 69,576 വോട്ടുകളാണ് LDF നേടിയത്. UDF 63,604 വോട്ടുകൾ നേടി. ഇപ്പം മുള്ളംകൊല്ലി പാടിച്ചിറ പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ വരൾച്ച സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടെ LDF ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന രീതിയിലേക്കാണ് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വന്നാൽ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചു വരുമ്പോൾ ഒരു കമ്മീഷനെ തന്നെ അവിടെ ആ പ്രദേശത്ത് വരൾച്ച പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ചെയ്യും. ആദിവാസി വിഭാഗത്തിൻ്റെ കോളനികളിൽ പോയപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായ സമയത്ത് കൊടുത്ത ക്ഷേമ പദ്ധതികളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അവർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, വീടില്ല, ഒരു വല്ലാത്തൊരു പ്രതിഭാസത്തിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അവർ കോളനികൾക്ക് പോകുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ, ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ കോളനികളിൽ ഉണ്ടായിട്ടുള്ള ശോചനീയാവസ്ഥ അത് വലിയ ഒരു പ്രതിസന്ധി അവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദിവാസികൾക്കിടയിലെ CK ജാനുവിന്റെ സ്വാധീനം ബത്തേരിയിൽ ഗുണകരമാകുമെന്ന് NDA പ്രതീക്ഷിക്കുന്നു. BDJSന് സ്വാധീനമുള്ള പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളും ബത്തേരി മണ്ഡലത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും നഗരസഭയിലെയും കണക്കുകൾ നോക്കിയാൽ 25,488 വോട്ടുകൾ BJPക്കുണ്ട്. ത്രികോണ മത്സരം എന്നുള്ള രീതിയിലാണ് വരാൻ സാധ്യത കൂടുതലും. പക്ഷേ എന്തായാലും മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു പൊതുമാറ്റത്തിന് തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ നമ്മളുടെ 1-2 റൗണ്ട് വർക്ക് നടന്നപ്പോൾ തന്നെ അത് വളരെ കൃത്യമായിട്ട് പ്രകടമാവുന്ന രീതിയിലേക്കുള്ള ആളുകളുടെ ഒരു ഇടപെടലുകൾ വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ശരിക്കും നമുക്കുള്ളത്. അല്ല, ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ BDJS ഉണ്ട്, BJP ഉണ്ട്, JRS ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ല ഗുണകരമായിട്ടുള്ള ഒരു അനുകൂല ഘടകം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ വർക്കും കൂടി ആയപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മന്ത്രി PK ജയലക്ഷ്മി മത്സരിക്കുന്ന മണ്ഡലമാണ് മാനന്തവാടി. ഇതുതന്നെയാണ് മാനന്തവാടിയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നതും. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ജയലക്ഷ്മി വോട്ടർമാർക്ക് മുമ്പിൽ വയ്ക്കുന്നത്. തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന OR കേളുവാണ് LDFന് വേണ്ടി രംഗത്തുള്ളത്. UDF സർക്കാരിൻ്റെ വികസന വിരുദ്ധ നയങ്ങളാണ് LDFന്റെ പ്രചരണത്തിൽ എങ്ങും കേൾക്കാൻ കഴിയുന്നത്. NDA സ്ഥാനാർത്ഥിയായി K മോഹൻദാസും മാനന്തവാടിയിൽ രംഗത്തുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസി വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മാനന്തവാടി. UDF സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഏറെ ഉയർന്നപ്പോഴും ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ക്ലീൻ ഇമേജുമായി ജയലക്ഷ്മി നിന്നു. 2ാം അംഗത്തിന് ജയലക്ഷ്മിയെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കിയതിന് കാരണങ്ങളിലൊന്ന് ഇതാണ്. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയും തിരഞ്ഞെടുപ്പ് ചെലവും സംബന്ധിച്ച് നൽകിയ വ്യാജ സത്യവാങ്മൂല കേസ് മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. കൂടാതെ ഒരു വിഭാഗത്തിൽ മാത്രമായി വികസനം ഒതുങ്ങിയെന്ന ആരോപണവും ജയലക്ഷ്മിക്കെതിരെയുണ്ട്. കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന വടക്കേ വയനാട് മണ്ഡലം 2006ലാണ് മാനന്തവാടിയായത്. തുടക്കത്തിൽ LDFും പിന്നീട് 2011 UDFും വിജയിച്ച് കയറി. 12,734 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PK ജയലക്ഷ്മി വിജയിച്ചത്. CPMലെ KC കുഞ്ഞിരാമനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആദിവാസി വിഭാഗങ്ങൾക്കായി ആരംഭിച്ച 17 പുതിയ പദ്ധതികളും പെസ നിയമം നടപ്പാക്കാനുള്ള ശ്രമങ്ങളും എണ്ണിപ്പറഞ്ഞാണ് ജയലക്ഷ്മി വോട്ട് തേടുന്നത്. തികച്ചും ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മാനന്തവാടി നിയോജക മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 862 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF കാണുന്നത്. വളരെ നല്ല രീതിയിൽ വോട്ടർമാരുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ഒരു നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് UDFന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ആദിവാസി മേഖലയിൽ പിന്നെ ഒരുപാട് വികസന പ്രവർത്തനം എനിക്ക് നടത്താൻ സാധിച്ചു. പക്ഷേ എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ പയ്യമ്പള്ളി ഏരിയയിലൊക്കെ പിന്നെ വോട്ട് അഭ്യർത്ഥിക്കാൻ അവിടെ കുടുംബ സംഗമത്തിൽ ഭൂരിഭാഗം ആളുകളും അവരാണ് ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളാണ് വന്നത്. അവർ പിന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ഞങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, ഇപ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നിരിക്കും എന്ന ആ രൂപത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട്. വികസന പദ്ധതികൾ ഒരു സമുദായത്തിനു വേണ്ടി മാത്രമായി പോയെന്നാണ് LDFന്റെ വിമർശം. ഇതാണ് പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്നതും.
2 തവണ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റും ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ OR കേളുവിലൂടെ മണ്ഡലം തിരിച്ചെടുക്കാമെന്ന വിശ്വാസമാണ് LDF-നുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നേടിയ 8666 വോട്ടിന്റെ ഭൂരിപക്ഷവും 6 പഞ്ചായത്തുകളിൽ 3-ലും മാനന്തവാടി നഗരസഭയിലും ഭരണം നേടാനായതും LDF-ന് പ്രതീക്ഷയാകുന്നു. കോടികളുടെ വികസനം ഇവിടെ നടപ്പാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഈ മണ്ഡലത്തിൽ ഒരു പര്യടനം 2 റൗണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു. എൻ്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ ഒരു കോടികളുടെ വികസനം നടത്തിയതായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല, പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ കാണാൻ വേണ്ട കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ചില സ്ഥലത്ത് ചില കോളനികളിൽ മാത്രം ചില കോളനികൾക്ക് മാത്രം ചില വൻ തുക കൊടുത്തുകൊണ്ട് ചില വികസനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വാളാട് പ്രദേശത്ത് കുറച്ച് റോഡ്, ഇത് മാത്രമാണ് ഒരു വികസനമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം. അല്ലാതെ മാനന്തവാടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വയനാട്ടുകാരുടെ ഏറ്റവും ആശ്രയ കേന്ദ്രമായിട്ടുള്ള ജില്ലാ ആശുപത്രിയുടെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം, അതുകൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം വളരെ പരിതാപകരമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആദിവാസി വിഭാഗത്തിന്റെ വോട്ടുകൾ തന്നെയാണ് NDA സ്ഥാനാർത്ഥി K. മോഹൻദാസും ലക്ഷ്യം വെക്കുന്നത്. ഇരു മുന്നണികളും ആദിവാസി വിരുദ്ധ സമീപനങ്ങളാണ് തുടരുന്നതെന്നാണ് NDAയുടെ പ്രചാരണം. മാനന്തവാടിയിലെ ആദിവാസി കോളനികൾ ഇപ്പം മണ്ഡലത്തിലെ മിക്കവാറും കുറിച്ച തറവാടുകൾ, അതുപോലെ തന്നെ ചില പ്രത്യേക കോളനികൾ, പണിയ കോളനികൾ, അതുപോലെ തന്നെ വ്യത്യസ്ത കോളനികളിൽ ഇതിനോടകം തന്നെ സന്ദർശനം കഴിഞ്ഞു. ആ കോളനികളിൽ നിന്നൊക്കെ ഇരു മുന്നണികളെയും വെറുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. കാരണം രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു വലിയ സമൂഹം. പക്ഷെ അവരുടെ മുമ്പിലേക്ക് ഞങ്ങൾ BJPയുടെ ആളുകളെന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഇനി നിങ്ങളിൽ മാത്രമേ ഇനി അവസാന പ്രതീക്ഷയുള്ളൂ, നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കോളനിവാസികൾ നമ്മളെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ, ആ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ അവരുടെ മുന്നിൽ വെക്കുന്ന സമയത്ത് BJPയിൽ വലിയൊരു പ്രതീക്ഷ ആ കോളനിവാസികളിലും ഞങ്ങൾ കാണുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും നഗരസഭയിലുമായി UDF 64,430 വോട്ടുകൾ നേടിയപ്പോൾ LDF-ന് ലഭിച്ചത് 60,714 വോട്ടുകളാണ്. BJPക്ക് 21,550 വോട്ടുകളും ലഭിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും അതുവഴി എന്നും തങ്ങളുടെ സുരക്ഷിത കോട്ടയായിരുന്ന വയനാട് ജില്ലയെ അതേ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്നുമുള്ള വിശ്വാസമാണ് UDF-നുള്ളത്. എന്നാൽ പശ്ചാത്തല മേഖലയിൽ മാത്രമായി ഒതുങ്ങിയ UDF-ന്റെ വികസന വൈകല്യങ്ങളാണ് LDF-ന് പ്രതീക്ഷയാകുന്നതും. അത് ഇത്തവണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ഒപ്പം തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ നേട്ടങ്ങൾ വയനാട്ടിൽ നിന്നും കൊയ്യാനാകുമെന്ന പ്രതീക്ഷ NDA-ക്കുമുണ്ട്.